Now family, hello മകളെ നമ്മുടെ ഓണം എക്സാമിന് നിങ്ങൾക്ക് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയായിരിക്കും ഏകദേശം എന്തായാലും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും കൊണ്ടാണ് മിസ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓണം എക്സാമിന് എങ്ങനത്തെ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്ന് ഓൾറെഡി നമുക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ട്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. അപ്പോൾ ഒന്ന് നോക്കാം, നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ നിന്നായിരിക്കും വരാൻ ചാൻസ് ഉള്ളതെന്നായിരിക്കും മിസ് പറഞ്ഞു തരുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ കുട്ടി വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം, മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ എക്സാമിന് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് മിസ് പറഞ്ഞു തരുന്നുണ്ടായിരിക്കുക. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ മാരത്തോൺ ക്ലാസ്സുകളുണ്ട്, നമ്മുടെ എല്ലാ ക്ലാസ്സിലും ഇപ്പോൾ ഗ്രാമറും ഡിസ്കോഴ്സും ആയാലും എല്ലാ ചാപ്റ്റർ ലൈവും എല്ലാം കൂടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് മറക്കാതെ ജോയിൻ ചെയ്യാൻ കൂടെ നോക്കുക കേട്ടോ. നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കറിയാം, ഇംഗ്ലീഷ് എക്സാമിന് റീഡിംഗ് കോംപ്രഹെൻഷൻ ആണ് ആദ്യം വരിക അല്ലേ. അപ്പോൾ നമ്മുടെ റീഡിംഗ് കോംപ്രഹെൻഷനിൽ വന്നിട്ടുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് ഡ്രീംസ് റിയലൈസ്ഡ് ആണ്. അപ്പോൾ അതിനെപ്പറ്റി വലിയ കാര്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് റീഡിംഗ് കോംപ്രഹെൻഷൻ വന്നു കഴിഞ്ഞാൽ എഴുതാൻ അറിയാം, കാരണം ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. പ്ലസ് അതിൽ നിന്ന് നോക്കി എഴുതേണ്ട കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ എന്താണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന് വലിയൊരു പരിഗണന തന്നെ നിങ്ങൾ കൊടുക്കുക. ഹാഫ് എ ഡേ, ഓക്കെ, ഹാഫ് എ ഡേ എന്നുള്ള ചാപ്റ്റർ എന്തായാലും ശ്രദ്ധിച്ചു വെക്കുക. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ നിന്നും ഇങ്ങനെയുള്ള റീഡിംഗ് കോംപ്രഹെൻഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുക. നിങ്ങൾ ഓൾറെഡി പഠിച്ച ചാപ്റ്റർ ആണ്, കൂടുതൽ സമയം അതിന് വേണ്ടിയിട്ട് ചെലവഴിക്കേണ്ട കാര്യമില്ല കേട്ടോ. എന്നിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. വൈ ഡിഡ് ഗാന്ധിജി എഗ്രി ടു മീറ്റ് ചാപ്ലിൻ? നോക്കിക്കേ, MCQ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, MCQ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈസിയാണ്, അതിൽ നിന്ന് തന്നെ ചോയ്സ് കൊടുത്തിട്ടുണ്ടല്ലേ, അതിൽ നിന്ന് തന്നെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് എഴുതിയാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം, നിങ്ങൾ അത് വെച്ച് എഴുതാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ടുള്ള പോമിൽ നിന്ന് നമുക്ക് പോം കോംപ്രിഹെൻഷൻ വരാറുണ്ട് അല്ലേ. നത്തിങ് ട്വൈസ് എന്നുള്ള പോമിൽ നിന്നാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, നത്തിങ് ട്വൈസ് എന്നുള്ള പോം ചാൻസ് ഏറെയാണ്. നത്തിങ് ട്വൈസ് എന്നുള്ള പോം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ ആ ഒരു പോമിൽ നിന്നാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പോം പഠിച്ച് പോകുമ്പോൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യാം, അതിൻ്റെ പോയറ്റിക് ഡിവൈസസിനെ പറ്റി കൃത്യമായുള്ളൊരു ധാരണ നോക്കിയിട്ട് പോവുക. കാരണം വൺ വേർഡിനൊക്കെ ആയിട്ട് ഈ പോയറ്റിക് ഡിവൈസസ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് തന്നെ വീണ്ടും MCQ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പോയറ്റിക് ഡിവൈസ് ഏതാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് നോക്കി വെച്ചിട്ട് തന്നെ പോവാം കേട്ടോ. അടുത്തത് നമ്മുടെ വീണ്ടും നത്തിങ് ട്വൈസ്, കാരണം നമുക്ക് ഒറ്റ പോമേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് തന്നെയാണ് നിങ്ങൾക്ക് ഈ പോമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് വരിക. അപ്രീസിയേഷൻ ആണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഉറപ്പായിട്ട് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്കിനാണ് അപ്രീസിയേഷൻ വരിക. അതായത് ലൈൻസ് തന്നിട്ടായിരിക്കും പറയുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ലൈൻസിനെ ബേസ് ചെയ്തിട്ട് വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. പോയറ്റിക് ഡിവൈസസ് നോക്കി വയ്ക്കുക, ഏത് പോമാണ്, ആരാണ് പോയറ്റ് എന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് അതിന് ഒരു ധാരണ വേണം. ഫോമാറ്റ് എങ്ങനെയാണെന്നുള്ള കാര്യം എൻ്റെ കുട്ടികൾക്ക് അറിയണം കേട്ടോ. ഫോമാറ്റ് എങ്ങനെ എഴുതാം, നമുക്ക് റൈറ്ററിൻ്റെ പേര് മെൻഷൻ ചെയ്യണം, ഏതാണ് പോം എന്ന് മെൻഷൻ ചെയ്യണം, അതിൻ്റെ തീം അല്ലെങ്കിൽ അതിൻ്റെ മെസ്സേജ്, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അതിൻ്റെ സമ്മറി. അപ്പോൾ ബേസ് ചെയ്യേണ്ടത് എന്താണ്, ഈ ലൈൻസ് ആണ്. ഓക്കെ, അത് ബേസ് ചെയ്ത് എഴുതുക. പിന്നെ പോയറ്റിക് ഡിവൈസസ് എഴുതിയിട്ട് റെലവൻസ് എഴുതി അവസാനിപ്പിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അപ്രീസിയേഷനിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അപ്രീസിയേഷൻ ഉറപ്പായിട്ടും നത്തിങ് ട്വൈസിൽ നിന്ന് തന്നെയാണ് വരിക, അതിന് വേറെ ഡൗട്ടും കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ നമുക്ക് അൺനോൺ ആയിട്ടുള്ള ഒരു പാസേജ് അല്ലേ, ഒരു പാസേജ് തരും, അത് വായിച്ച് എഴുതാം. അപ്പോൾ നേരത്തെ സ്കാൻ ചെയ്തിട്ട് നിങ്ങൾ എഴുതിയാൽ മതി, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. ഇത് അൺനോൺ ആയത് കാരണം കൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഇതിനും MCQ വന്നിട്ടുണ്ട്, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അൺനോൺ ആയിട്ടുള്ള ഒരു പാസേജ്. ദെൻ നമുക്ക് ഹാഫ് എ ഡേ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഷോർട്ട് എസ്സേ. ഒരു ടോപ്പിക് കൊടുത്തിട്ടുണ്ട്. എന്താണ് ടോപ്പിക്? ദ ഫ്ലീറ്റിംഗ് നേച്ചർ ഓഫ് ടൈം ആൻഡ് ഫാസ്റ്റ് പേസ് ഓഫ് സൊസൈറ്റൽ ചേഞ്ചസ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതേ വിഷയം തന്നെ വേറൊരു പോമിലുണ്ട് അല്ലേ, നത്തിങ് ട്വൈസ്. ഈ ഒരു പോമിൽ എന്താണ്, ഫ്ലീറ്റിംഗ് നേച്ചർ ഓഫ് ടൈമിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നത്തിങ് ട്വൈസ് എന്നുള്ള പോമിനും സെയിം ടോപ്പിക്ക് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, ഇനി വേറെ ഷോർട്ട് എസ്സേ വരാൻ ചാൻസ് ഉള്ളത് ഡ്രീംസ് റിയലൈസ്ഡ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന്. ഡ്രീംസ് റിയലൈസ്ഡ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഗാന്ധിജിയുടെ ഒരു ഐഡിയലിസം ഒക്കെ നമ്മൾ നോക്കിയതാണ് അല്ലേ. അപ്പോൾ നോൺ വയലൻസ് അങ്ങനെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കിയതാണ്. അതിനെ പറ്റിയിട്ട്, അതിൻ്റെ റെലവൻസിനെ പറ്റിയിട്ടൊക്കെ ആയിട്ട് ഷോർട്ട് എസ്സേ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഷോർട്ടായിട്ട് തന്നെ എഴുതിയാൽ മതി. എസ്സേ എഴുതുമ്പോൾ ടോപ്പിക്ക് എഴുതണം, അതായത് ടൈറ്റിൽ എഴുതണം, എന്നിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ദെൻ അടുത്തൊരു കുഞ്ഞു പാരഗ്രാഫ് അതിൻ്റെ മെയിൻ ബോഡിയാണ്, പിന്നെ കൺക്ലൂഷനാണ്. ഇതാണ് അതിൻ്റെ ഫോമാറ്റ്. അപ്പോൾ ഉറപ്പായിട്ടും ഡ്രീംസ് റിയലൈസ്ഡ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ നോക്കി വെക്കുക, കാരണം അത് ചാൻസ് കൂടുതലാണ്. ഇതേ കാര്യം തന്നെ ഹാഫ് എ ഡേ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് തന്നെ നമ്മുടെ നത്തിങ് ട്വൈസിലും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അത് നോക്കി വെക്കുക. ദെൻ നമുക്ക് വന്നിട്ടുള്ളത് ഓർ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് വന്ന റിവ്യൂ വന്നിട്ടുള്ളത് ഇവിടെ ദ ടോയ്ലറ്റ് ആണ്. വരാൻ ചാൻസ് കൂടുതലാണ്, പക്ഷേ ഹാഫ് എ ഡേ എന്നുള്ള ചാപ്റ്റർ നിങ്ങൾ നോക്കി വെക്കുക. ഹാഫ് എ ഡേ വെച്ചിട്ട് നമുക്ക് എഴുതാൻ അധികമുണ്ട്.
കാരണം അതിലൊരു ട്വിസ്റ്റ് ഒക്കെ കാണിക്കുന്നുണ്ട് അല്ലേ, ഒരു ട്വിസ്റ്റ് വരുന്നുണ്ട്, പ്ലോട്ടിൻ്റെ ഒരു ട്വിസ്റ്റ് നമ്മൾ ലാസ്റ്റ് കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എഴുതാനുള്ള ചാൻസ് ആണ്, ചോദിക്കാനുള്ള ചാൻസ് ആണ് കൂടുതൽ കാണുന്നത് റിവ്യൂ റൈറ്റിങ്ങിന്. ഓക്കെ, അപ്പോൾ നിങ്ങളത് വായിച്ചു കഴിഞ്ഞ് നിങ്ങളുടെ അനുഭവം വെച്ചിട്ട് എഴുതാനായിട്ട് ചോദ്യം വരാൻ സാധ്യതയുള്ളത്, ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് നമ്മുടെ ഈ ഒരു ദ ടോയ്ലറ്റ് കഴിഞ്ഞിട്ട് ചാൻസ് ഉള്ളത് ഹാഫ് എ ഡേ ആണ്. ഉറപ്പായിട്ടും ഹാഫ് എ ഡേ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എഴുതിയിട്ടുള്ളത്, നരേറ്ററിൻ്റെ അവസാനത്തെ ആ ട്വിസ്റ്റിനെ പറ്റിയിട്ടും ആ സിംബലിസത്തിനെ പറ്റിയിട്ടൊക്കെ കൃത്യമായിട്ട് ധാരണ വയ്ക്കുക. അത് വെച്ചിട്ട് നമ്മുടെ റിവ്യൂ എഴുതാം കേട്ടോ. അപ്പോൾ റിവ്യൂ എഴുതുമ്പോൾ നിങ്ങളുടെ ഒപ്പീനിയനും കൂടെ വേണ്ടി വരും, നിങ്ങളുടെ റീഡിംഗ് എക്സ്പീരിയൻസും കൂടെ വേണ്ടി വരും. അപ്പോൾ അതും കൂടെ വെച്ചിട്ട് വേണം നമ്മുടെ റിവ്യൂ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഫോക്കസിങ് ഓൺ ഇറ്റ്സ് തീം വെച്ചിട്ടും ക്യാരക്ടറൈസേഷൻ അതുപോലെ തന്നെ ഡെവലപ്മെൻ്റ് ഒക്കെ, പ്ലോട്ടിൻ്റെ ഡെവലപ്മെൻ്റ് ഒക്കെയാണ്. ഇത് ഏറ്റവും കൂടുതൽ ചാൻസ് നമുക്ക് പ്ലോട്ടിൻ്റെ ഡെവലപ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ചാപ്റ്ററാണ് ഹാഫ് എ ഡേ. മനസ്സിലായോ? അപ്പോൾ ആ ഒരു ക്യാരക്ടറിൻ്റെ എവല്യൂഷൻ കാണിക്കുന്ന കാരണം കൊണ്ട് നമുക്ക് റിവ്യൂ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഹാഫ് എ ഡേ തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എവൻറ്റ് ഇൻവിറ്റേഷൻ. ഇത് ചോദിച്ചിട്ടുള്ളത് എവിടെയാണ്? ഇത് കുറച്ച് ജനറൽ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. നോബൽ ലോറിയറ്റ്സ് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് സെൽമേൻ്റെ ചാപ്റ്റർ ഏതായിരുന്നു? നമ്മുടെ ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള ചാപ്റ്റർ അല്ലേ. ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് വളരെ ചാൻസ് കൂടുതലാണ്. കാരണം അവരെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ ഒരു ഇവൻറ്റ് ഇൻവിറ്റേഷൻ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. പ്ലസ് വേറൊരു ചാൻസ് ഉള്ളത് നമുക്ക് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നോക്കുമ്പോൾ കൂടുതൽ ചാൻസ് ഉള്ള കാണുന്നത് ദ ടോയ്ലറ്റിൽ നിന്ന്. ഓക്കെ, ദ ടോയ്ലറ്റ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മുടെ എഴുത്തുകാരി അല്ലേ, നമ്മുടെ റൈറ്ററായിട്ട് മാറിയിട്ടുള്ള അവരെ നമ്മുടെ ഒരു പ്രോഗ്രാമിന് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട്, ഇപ്പോൾ ഒരു റീഡിംഗ് ഡേ ആവാം എന്തും ആവട്ടെ, അതിലേക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഒരു ഇവൻറ്റ് ഇൻവിറ്റേഷൻ എഴുതാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഈ 2 ചാപ്റ്റേഴ്സിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട്, ഇവൻറ്റ് ഇൻവിറ്റേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് ചാൻസ് കൂടുതലാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പാരഗ്രാഫ്. അപ്പോൾ ഇവൻറ്റ് ഇൻവിറ്റേഷൻ നിങ്ങൾക്ക് ഫോമാറ്റ് ഉണ്ട്, അതൊക്കെ കൃത്യമായിട്ട് പാലിച്ച് കൊണ്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ദ ടോയ്ലറ്റ് എന്നാണ്. ഈ ദ ടോയ്ലറ്റ് എന്നുള്ള ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. അതിൽ നിന്ന് ടോപ്പിക്സ് നമുക്ക് കുറേ ചോദിക്കാനുണ്ട്. പക്ഷേ ഇവിടെ പാരഗ്രാഫ് ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഹാഫ് എ ഡേയും ചോദിക്കാം. ഓക്കെ, ഹാഫ് എ ഡേയും പിന്നെ ഇവിടെ ചാൻസ് ഉള്ളത് നമ്മുടെ ഡ്രീംസ് റിയലൈസ്ഡ് ആണ്. ഓക്കെ, ഡ്രീംസ് റിയലൈസ്ഡ് ആണ് പിന്നെ വരാനുള്ള ചാൻസ് കൂടുതൽ. യെസ്, അപ്പോൾ ഹാഫ് എ ഡേയിൽ നിന്ന് എന്താണ് ചോദിക്കുക? പ്ലോട്ട് ട്വിസ്റ്റിനെ പറ്റി ചോദിക്കാം, അതിൻ്റെ പ്ലോട്ട് ഡെവലപ്മെൻറ്റിനെ പറ്റി ചോദിക്കാം, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ യൂണിവേഴ്സൽ ആയിട്ടുള്ള നേച്ചർ കാണിക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയാം അല്ലേ. അപ്പോൾ അതിനെ പറ്റിയിട്ടായിരിക്കും ചിലപ്പോൾ ചോദിക്കുക. ഇനി നമ്മുടെ ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള ചാപ്റ്റർ ആണെങ്കിൽ അതിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും ചോദിക്കുന്നുണ്ടാവുക? അവരുടെ ആ ഒരു റോൾ അല്ലേ, മറ്റുള്ള ആളുകളുടെ റോൾ എന്താണ്, സെൽമ എന്ന് പറഞ്ഞ റൈറ്ററിൻ്റെ എവല്യൂഷൻ അല്ലെങ്കിൽ അവരുടെ സക്സസിന് എന്ത് റോളാണ് ഉള്ളത് എന്നുള്ള കാര്യമായിരിക്കാം. അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടായിരിക്കും പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ ഏറ്റവും കൂടുതൽ ചാൻസ് ഹാഫ് എ ഡേയും അതുപോലെ തന്നെ ഡ്രീംസ് റിയലൈസ്ഡും തന്നെയാണ്. ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് തള്ളിക്കളയാൻ പറ്റില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കും കൂടെ വേണം കേട്ടോ. അപ്പോൾ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ എഴുതേണ്ടത് എങ്ങനെയാണ്? ഒറ്റ പാരഗ്രാഫ് ആയിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിൽ വേറെ നിങ്ങൾ പാരഗ്രാഫ് തിരിച്ചെഴുതാൻ നിന്ന് കഴിഞ്ഞാൽ മണ്ടത്തരമാണ്. ഒറ്റ പാരഗ്രാഫേ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളൂ, അത് കൃത്യമായിട്ട് ടോപ്പിക്കിൽ നിന്നുകൊണ്ട് തന്നെ എഴുതണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 4 മാർക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. അടുത്തത് നോക്കിക്കേ, അടുത്തത് 4 അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഒരു പാസേജ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ്. അപ്പോൾ പാസേജ് എന്താണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും എന്താണ് നമ്മുടെ ഇവിടെ പറയുന്നത് എന്താണ്? നമ്മുടെ ഹാഫ് എ ഡേയിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. മിസ്സിനും തോന്നുന്നത് കൂടുതലായിട്ട് ഹാഫ് എ ഡേയിൽ നിന്ന് തന്നെ ചോദിക്കാനാണ് ചാൻസ് കൂടുതലുള്ളത്. ഇൻ കേസ് ചോദിക്കുവാണെങ്കിൽ, അതല്ലാതെ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ചാൻസ് ഉള്ളത് ഡ്രീംസ് റിയലൈസ്ഡ് എന്നുള്ള ചാപ്റ്ററാണ്. ഓക്കെ, ഇതിന് ശേഷം നിങ്ങൾക്ക് ചാൻസ് ഉള്ളത് ഡ്രീംസ് റിയലൈസ്ഡ് എന്നുള്ള ചാപ്റ്ററിലാണ് ചോദിക്കാനായിട്ട് സാധ്യത. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അത്ര കാര്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ പോലും ഡ്രീംസ് റിയലൈസ്ഡും ഹാഫ് എ ഡേയിലും ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഹാഫ് എ ഡേ എന്നുള്ള ചാപ്റ്റർ നല്ല ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, അടുത്തത് ഒരു ഇമേജ് തന്നിട്ട് നിങ്ങളോട് എന്ത് ചെയ്യാനാണ്? ഷോർട്ട് സ്റ്റോറി ഉണ്ടാക്കാനായിട്ട് പറയാണ്. അപ്പോൾ പാറ്റേൺ ഒക്കെ വല്ലാണ്ട് മാറിയിട്ടുണ്ട്. ഷോർട്ട് സ്റ്റോറി ഒക്കെ നമ്മുടെ ചോദിച്ചിട്ടുണ്ട്, അത് നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ആണ് കേട്ടോ അവിടെ കാണിക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ക്യാരക്ടർ സ്കെച്ച്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ഹാഫ് എ ഡേ എന്നുള്ള ചാപ്റ്റർ ആണ്. അത് കൂടുതലാണ് ചാൻസ് എന്ന് മിസ് പറഞ്ഞു കഴിഞ്ഞു, കൂടുതലാണ് ചാൻസ്. പക്ഷേ പിന്നെ നമ്മളോട് ചോദിക്കാനുള്ള ചാൻസ് ദ ടോയ്ലറ്റ് ആണ് മക്കളെ. ദ ടോയ്ലറ്റ്. ഓക്കെ, ദ ടോയ്ലറ്റ് എന്നുള്ള ചാപ്റ്ററിലാണ് പിന്നെ ചോദിക്കാനുള്ള ചാൻസ്. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലുള്ള ആ റൈറ്ററിനെ പറ്റി നിങ്ങൾ കൃത്യമായിട്ട്, അവരുടെ ക്യാരക്ടറിനെ പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഇമെയിൽ വന്നിട്ടുണ്ട്. ഇമെയിൽ ചോദിക്കാൻ ശരിക്കും പറഞ്ഞാൽ മൾട്ടിപ്പിൾ ചാൻസസ് ഉണ്ട്. എന്താണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്? ഫീലിങ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. നമുക്കറിയാം നമ്മുടെ ആ ഒരു സെൽമ ലാഗർലോഫിൻ്റെ ആ ഒരു സ്പീച്ച് നമ്മളെ കണ്ടു അല്ലേ. അപ്പോൾ അവരെ അവർക്ക് എഴുതുന്ന അല്ലെങ്കിൽ
യെസ്, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിന് ഏതോ ഒരു ഫ്രണ്ടിന് നിങ്ങൾ ഷെയർ ചെയ്യുന്ന അവരെ പറ്റി ഷെയർ ചെയ്യുന്ന ഒരു ഇമെയിലാണ് ചോദിച്ചിട്ടുള്ളത്. ഇതേ കാര്യം തന്നെ ദ ടോയ്ലറ്റിലും ചോദിക്കാം. ഇതേ കാര്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ടോയ്ലറ്റിലും കൂടെ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. ടോയ്ലറ്റ് എന്നുള്ള ചാപ്റ്ററിലെ റൈറ്ററിനെ നമ്മൾ അഡ്മയർ ചെയ്തുകൊണ്ട് എന്ത് ചോദിക്കാം, അഡ്മയർ ചെയ്തുകൊണ്ട് ഒരു ഇമെയിൽ ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതെന്തായാലും നോക്കി വെക്കണം കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതിന് ശേഷം നമുക്ക് സ്പീച്ച് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. സ്പീച്ച് നമുക്കറിയാം, നമ്മുടെ സെൽമ ലഗർലോഫിൻ്റെ ചാപ്റ്ററിൽ സ്പീച്ച് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഡ്രീംസ് റിയലൈസ്ഡ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഗാന്ധിജിയുടെ ഐഡിയ ഓഫ് നോൺ വയലൻസ്, ദ റോൾ ഓഫ് വിമൻ ഇൻ ദ ഫ്രീഡം സ്ട്രഗിൾ ആൻഡ് ദ കോൺസെപ്റ്റ് ഓഫ് സെൽഫ് റിലയൻസ്. ഇൻ ദ ലൈറ്റ് ഓഫ് യുവർ റീഡിംഗ് ഓഫ് ദ എക്സെപ്റ്റ്, പ്രിപ്പയർ എ ടെക്സ്റ്റ് ഓഫ് the speech to be delivered in the school assembly. മാർട്ടിയേഴ്സ് ഡേക്ക് നിങ്ങൾ സ്കൂൾ അസംബ്ലിയിൽ പറയാൻ പോകുന്ന സ്പീച്ചിൻ്റെ ഒരു സ്ക്രിപ്റ്റാണ് റെഡിയാക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ തന്നെ റീഡേഴ്സ് ഡേയിൽ അല്ലെങ്കിൽ നമ്മുടെ റീഡേഴ്സ് ഡേയിൽ നമുക്ക് എന്ത് ചോദിക്കാം, അല്ലെങ്കിൽ ബുക്കിൻ്റെ ഒരു നാഷണൽ ബുക്ക് ഡേ അല്ലേ, ആ ഒരു ഡേയിലൊക്കെ നമ്മുടെ ദ ടോയ്ലറ്റ് എന്നുള്ള ചാപ്റ്ററിലെ റൈറ്ററിൻ്റെ ലൈഫ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഡ്രീംസിന് വേണ്ടിയിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടോ അതിൻ്റെ അച്ചീവ്മെൻറ്റിനെ പറ്റിയിട്ടോ സ്ട്രഗിൾസിനെ പറ്റിയിട്ടോ ഒക്കെ സ്പീച്ച് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ കൂടുതൽ ചാൻസ് ഡ്രീംസ് റിയലൈസ്ഡിൽ തന്നെയാണ് കൂടുതൽ ചാൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്കുള്ളത് എന്താണ്, നെക്സ്റ്റ് വൺ സ്പീച്ച് തന്നെ ചോദിച്ചിട്ടുള്ളത്. ഇത് ചോദിച്ചിട്ടുള്ളത് ജനറൽ ആയിട്ടാണ് കേട്ടോ. വേൾഡ് എൻവയറമെൻറ്റ് ഡേയിൽ നിങ്ങൾ അവയർനെസ്സിനൊക്കെ വേണ്ടിയിട്ട് ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സ്പീച്ച് കേട്ടോ. അപ്പോൾ അത് ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയയും കൂടെ നിങ്ങൾക്ക് എഴുതാൻ കിട്ടുന്നുണ്ടാവും. സ്പീച്ച് എഴുതുമ്പോൾ എങ്ങനെയാണ്, ആ സല്യൂട്ടേഷനൊക്കെ കൊടുക്കുന്നു, ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നു, അതിനുശേഷം മെയിൻ ബോഡി പറയുന്നു, ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ എങ്ങനെയായിരിക്കണം, ഡിമാൻഡ് ചെയ്തുകൊണ്ട് ആളുകളോട് എന്തെങ്കിലും ചെയ്യുക എന്ന് പറഞ്ഞൊരു ഡിമാൻഡ് ചെയ്തുകൊണ്ട് വേണം നിർത്താൻ വേണ്ടിയിട്ട് അവസാനം താങ്ക് യു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് സ്പീച്ചിൽ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് 6 മാർക്കാണ് കേട്ടോ മക്കളെ. പിന്നെ നമ്മുടെ പ്രൊഫൈൽ വരുന്നുണ്ട്. പ്രൊഫൈൽ മിസ്സിന് തോന്നുന്നത് ഇവിടെ സെൽമ ലഗർലോഫിൻ്റെ ആണ്. ലഗർലോഫിൻ്റെ ചാപ്റ്ററിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരാളുടെയാണ് അല്ലേ, ജോഹാൻ ട്രൂൻബെർഗിൻ്റെ ആണ് ഇവിടെ പ്രൊഫൈൽ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ചാൻസ് എന്ന് പറയാൻ പറ്റുന്നത്, ഈ ഒരു ചാൻസ് നമ്മൾ ഒട്ടും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ചാപ്റ്ററിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരാളെ പറ്റിയിട്ട് അല്ലേ. ചിലപ്പോൾ പുറത്തുനിന്നാവാം, അല്ലെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ദ ടോയ്ലറ്റ്. വളരെയധികം ചാൻസ് കൂടുതൽ ടോയ്ലറ്റിലാണ് ചോദിക്കാനായിട്ടുള്ള ചാൻസ്. പിന്നെ ഗാന്ധിജി. ഓക്കെ, ഗാന്ധിജിയുടെ ക്ലീശയായ കാരണം കൊണ്ട് ചാൻസ് വളരെ കുറവാണ്, എന്നാലും നമുക്ക് നോക്കി വെക്കേണ്ടി വരും കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ കാര്യം നോക്കി വെക്കുക, പ്രൊഫൈൽ. പിന്നെ നമുക്ക് ഒരു ഡേറ്റാ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, ഡേറ്റാ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടേബിൾ തന്നിട്ട് അത് വായിച്ച് നോക്കുക നിങ്ങൾ, എന്നിട്ട് എന്ത് ചെയ്യുക, അതിനുള്ള ആൻസർ എഴുതാം. എഗെയിൻ നമുക്ക് MCQ വരുന്നുണ്ട്. ശ്രദ്ധിക്കുക, ഡേറ്റയാണ്, പെട്ടെന്ന് തന്നെ കിട്ടും, പക്ഷെ തെറ്റിക്കാണ്ട് നോക്കുക കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. അടുത്തത് റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. റിപ്പോർട്ടഡ് സ്പീച്ചൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്നുണ്ടായിരിക്കും. എഡിറ്റിംഗ് വരുന്നുണ്ട്. എഡിറ്റിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ടെൻസ്, അതുപോലെ തന്നെ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ മിസ് പഠിപ്പിച്ച് തരുന്നുണ്ടായിരിക്കും. പിന്നെ നമ്മുടെ ഹൂ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, റിലേറ്റീവ് പ്രനൗൺ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ നമുക്കുള്ളത് നോക്കിക്കേ, ഫ്രേസൽ വെർബ്സ് നിങ്ങൾക്ക് ചാൻസ് എന്ന് പറഞ്ഞിട്ട് മിസ് പറയുന്നില്ല, പക്ഷേ ഈ പുട്ട് വെച്ചിട്ടുള്ളതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. പുട്ട് അക്രോസ്, പുട്ട് ഡൗൺ, അതുപോലെ പുട്ട് അപ്പ് വിത്ത്. ഓക്കെ, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കി വെക്കേണ്ടതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതെന്തായാലും പഠിച്ചു വെക്കണം, ഉറപ്പായിട്ട് പഠിച്ചു വെക്കണം. പുട്ട് ഡൗൺ, അതുപോലെ തന്നെ പുട്ട് അക്രോസ്, പുട്ട് അപ്പ് വിത്ത്, അത് മാത്രമല്ല ബാക്കിയുള്ളതും കൂടെ നോക്കി വെക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും ഫ്രേസൽ വെർബ് വരാനുള്ള ചാൻസ് ഉണ്ട്, ഉറപ്പായിട്ട് വരും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സ് ഉണ്ട്. ട്രീ ലൈൻഡ്, ഡബിൾ സ്റ്റോറീഡ്, സോഫ്റ്റ് സ്പോക്കൺ. ഇത് ഈസിയാണ്, ഇത് നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, 2 മാർക്സ് ആണ്. 2 മാർക്സ് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് ഉറപ്പായിട്ട് പറ്റുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ മീനിങ് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അത് ആലോചിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നെക്സ്റ്റ് നമ്മുടെ പ്രിപ്പസിഷനാണ്. പ്രിപ്പസിഷൻ എഗെയിൻ നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ മുതൽ പഠിക്കുന്നതാണ്. അപ്പോൾ ഓരോന്നിൻ്റെ മീനിങ് മനസ്സിലാക്കി വെച്ചാൽ തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതേ പ്രിപ്പസിഷൻ തന്നെയാണ് വരാനുള്ള ചാൻസ് ഉള്ളത്. ഫോർ, ഹും, ഫോർ, ഫ്രം, ഓഫ്, ഇൻ, അറ്റ്. ഓക്കെ, അതുപോലെ തന്നെ വേറെ ഒരെണ്ണമാണ് വിത്ത്. ഓക്കെ, ഇതൊക്കെ വരാനുള്ള ചാൻസ് ആണ് ഉള്ളത് കേട്ടോ. അപ്പോൾ എന്ത് നോക്കി വെക്കണം, പ്രിപ്പസിഷൻ നോക്കി വെക്കണം. ഓക്കെ, യെസ്. അടുത്തത് കോൺവെർസേഷൻ കംപ്ലീഷൻ ആണ്. ഇവിടെ വരുന്ന ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ ടാഗ് വരുന്നുണ്ട്. ദെൻ ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഓക്കെ, അത് വരുന്നുണ്ട്. അതുപോലെ വുഡ് യു മൈൻഡ് വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള സജഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഭാഗം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ പഠിക്കുന്നതാണ് കേട്ടോ. പിന്നെ യു ഹാഡ് ബെറ്റർ വരുന്നുണ്ട്, യു ഹാഡ് ബെറ്റർ. ദെൻ ഐ എം ഗോയിങ് ഹോം, ഇതെന്താണ്, നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതാണ് അല്ലേ. നോ, ദ ഡോഗ്സ് വോണ്ട് ബൈറ്റ് യു. ക്വസ്റ്റ്യൻ മാർക്കല്ല, ക്വസ്റ്റ്യൻ മേക്കിംഗ്. ഓക്കെ, ക്വസ്റ്റ്യൻ മേക്കിംഗ് കൂടെ വരുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കോൺവെർസേഷൻ കംപ്ലീഷനിൽ വരുന്നത്. ഇത് തന്നെയാണ് വരിക കേട്ടോ, ഇത് തന്നെയാണ് വരിക. പിന്നെ ഒരു കാര്യം വരാൻ ചാൻസ് ഉള്ളത് ഇഫ് ക്ലോസ്. ഓക്കെ, ഇഫ് യു ഡോണ്ട് മൈൻഡ് കേട്ടോ, ഇഫ് ക്ലോസ്.
ഇഫ് ക്ലോസ് വരാനുള്ള ചാൻസ് ഉറപ്പായിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഇതാ, യെസ്, നമുക്ക് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും ചോദിക്കും. ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും നമുക്ക് ഉറപ്പായിട്ട് ചോദിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്, അതൊക്കെ നമ്മൾ പഠിക്കും, അടിപൊളിയായിട്ട് തന്നെ പഠിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ നിന്ന് നിങ്ങൾ സൂക്ഷിച്ച് വെക്കേണ്ട ക്വസ്റ്റ്യൻസ് മിസ് പറഞ്ഞു. റൈറ്റപ്പ്, പാരഗ്രാഫ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കൂടുതലും വരാനുള്ളത് ഏതാണ്, നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് ദ ടോയ്ലറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഹാഫ് എ ഡേ എന്നുള്ള ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് എന്തായാലും നോക്കി വെക്കണം കേട്ടോ. നത്തിങ് ട്വൈസ് എന്നുള്ള പോമിൽ നിന്ന് അപ്രീസിയേഷൻ വരും. പോയറ്റിക് ഡിവൈസസ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഡ്രീംസ് റിയലൈസ്ഡ് എന്നുള്ള ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് ജനറൽ ക്വസ്റ്റ്യൻസ് വരും. സ്പീച്ച് പോലെയുള്ള ക്വസ്റ്റ്യൻസ്, ഷോർട്ട് എസ്സേ പോലെയുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് വരും കേട്ടോ. പിന്നെ ഗാന്ധിജിക്ക് ഒരു ലെറ്റർ എഴുതുന്നോ അങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ട് പഠിച്ചു വയ്ക്കുക, ഇത്രയും കാര്യങ്ങൾ ഉറപ്പായിട്ട് നോക്കി വയ്ക്കുക. അപ്പോൾ നാളത്തെ എക്സാമിന് എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. അടിപൊളിയായിട്ട് എക്സാം എഴുതാം. നമ്മുടെ ലൈവിലേക്ക് കറക്റ്റ് ടൈമിൽ തന്നെ ജോയിൻ കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് ഇംഗ്ലീഷ് എക്സാം തകർത്ത് എഴുതാം.